ഞാൻ ഈ അടുത്തൊരു മീറ്റിങ്ങിൽ ഇതുപോലെ ഒരു ക്ലാസ്സിൽ ഇരുന്നപ്പോൾ എന്നോട് പറഞ്ഞു 3 തരം റിലേഷൻഷിപ്പ് ഉണ്ട്. അതിൽ ഒരു റിലേഷൻഷിപ്പിന് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അത് ഫാമിലി റിലേഷൻഷിപ്പ്, എന്ത് പ്രശ്നം ഉണ്ടായാലും നെഗറ്റീവ് ആണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത്, പിന്നെ അതിനൊരു മാർഗ്ഗമേ ഉള്ളൂ, അവരങ്ങനെയാണ് എന്ന് കരുതാനേ പറ്റും. രണ്ടാമത് പിന്നെ ബിസിനസ് കാര്യങ്ങളിലൊക്കെ കണക്ട് ചെയ്യുന്ന റിലേഷൻഷിപ്പ്, അവിടെയും പ്രശ്നമാണ്, പെട്ടെന്ന് എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാലൊരു മിഡിലാണ്, നമുക്ക് വേണമെങ്കിൽ അത് സെറ്റിൽ ചെയ്തിട്ടോ അങ്ങനെയൊക്കെ എലിമിനേറ്റ് ചെയ്യാം. മൂന്നാമത്തെ ഒന്നുണ്ട്, ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കാം, ചിലപ്പോൾ നമ്മളെ അവര് നെഗറ്റിവിറ്റിയാണ് നമുക്ക് നൽകുന്നതെങ്കിൽ അവിടെ തലവെട്ടണം, നമുക്ക് ഉപയോഗിച്ച വാക്ക് അതങ്ങ് കട്ട് ചെയ്യണം. കട്ട് ചെയ്തില്ലെങ്കിൽ, കാരണം അവരെ നമുക്ക് പിടിച്ചിട്ടോ വലിച്ചിട്ടോ കിട്ടിയില്ലെങ്കിൽ അവർ നമ്മുടെ മൈൻഡിലേക്ക് ഇത്തരം നെഗറ്റീവുകൾ നമുക്ക് കൊടുത്തിട്ട് തരും. നമ്മൾ കാര്യമായി സംസാരിക്കുന്ന സമയത്ത് അവിടെ നടന്ന കൊലപാതകം അല്ലെങ്കിൽ അപ്പുറത്ത് നടക്കുന്ന യുദ്ധം, ഇതാണ് അവർക്ക് പറയാനുള്ള പ്രശ്നങ്ങളെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനത്തെ ഉള്ള കോൺവെർസേഷൻ തന്നെ കട്ട് ചെയ്യണം എന്ന് പറഞ്ഞത്. ഇത് ചിലപ്പോൾ ഇതുകൊണ്ട് നടക്കുന്ന ആളുകൾ ചിലപ്പോൾ ഒരു പക്ഷേ ഇത് കേൾക്കുന്നുണ്ടാവും. ഇതുകൊണ്ട് മാത്രം നടക്കുന്ന ആളുകൾ, ഇതുപോലത്തെ വാർത്തകളെ പിന്നാലെ പോകുന്ന ആളുകൾ, അദ്ദേഹം വളരെ സൗഹൃദമായിട്ട് ഇത് ഗുണം ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയണം. അതൊക്കെ ഈ ഒരു വേവ് ലെങ്ത്തുള്ള ആളുകൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. അല്ലെ, ഞാൻ അവരോട് കൂടെ എനിക്ക് പറയാനുള്ളതെന്നറിയാം, നമ്മൾ ഇത്തരം വാർത്തകളുമായി പോയിട്ട് അവർക്ക് ഈ വാർത്തയിൽ എന്ത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഒരു യുദ്ധം നടക്കുന്നു, അവിടെ ഇത്തരം കൊലപാതകങ്ങൾ നടക്കുന്നു, ഞാനത് അറിഞ്ഞത് കൊണ്ട് എനിക്കെന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും? എൻ്റെ എന്തെങ്കിലും ഒരു തീരുമാനം അവിടെ അവർ അംഗീകരിക്കും? എനിക്കൊന്നും അവിടെ ചെയ്യാം, എന്നാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റും. അവിടെ വല്ല അപകടം പറ്റി വല്ല ബുദ്ധിമുട്ടുന്ന ആളുകളെ നമുക്ക് വേണമെങ്കിൽ എൻ്റെ അടുത്തൊരു 10 രൂപ ഉണ്ടെങ്കിൽ ആ 10 രൂപ കൊടുത്ത് സഹായിക്കാൻ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. വേറെ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ ഇവൻ ചെയ്യേണ്ടത്, ഇവൻ അതിൽ തല പുകഞ്ഞ് അതിന്റെ പിന്നാലെ പ്രശ്നം ഉണ്ടാക്കി പോകുന്നതിന് പകരം അവന്റെ ബിസിനസ്സിൽ തന്നെ അവന്റെ മൈൻഡ് ഇല്ലാതാവുകയും എന്നിട്ട് ബിസിനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഇത്തരം പ്രശ്നങ്ങളും പ്രോബ്ലങ്ങളും ഉള്ള ലോകമാണ് ഇന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് ബിസിനസ്സിനെ, അപ്പൊ എന്തായാലും കഴിയില്ല. കാരണം പ്രശ്നമുള്ള ലോകത്ത് എന്ത് ബിസിനസ്? അപ്പൊ അത് നഷ്ടത്തിലേക്ക് പോയി. അപ്പൊ സത്യത്തിൽ അവൻ ഈ ആളുകളെ സഹായിക്കുകയാണോ ചെയ്യുന്നത്? അങ്ങനെ അവന് കൊടുക്കാൻ കഴിയില്ല. പിന്നെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് മൈൻഡ് മാറ്റി ഈ ലോകം മുഴുവൻ പോസിറ്റീവ് ആണെന്ന് കരുതി പോസിറ്റീവ് ബിസിനസ് ചെയ്യുമ്പോൾ അവൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതിന്നാണ് അവന് കൊടുക്കാൻ പറ്റും. ചില ആളുകൾ പത്രം നോക്കുമ്പോഴേ ആദ്യം നോക്കുന്ന ഏതായിരിക്കും അറിയാം? ചരമക്കോള. അതെ, ചില ആളുകൾ അങ്ങനെയാണ്. അത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു സമൂഹം തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള. അല്ല, ഇന്നത്തെ വാർത്തകൾ ഞാൻ എൻ്റെ മൊബൈലിൽ നിന്ന് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വാർത്ത തരുന്ന ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തു. ഞാൻ വാർത്ത കണ്ടിട്ട് കാലത്രയെന്നറിയോ? അത് ആക്ച്വലി അത് വാർത്ത എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മളിപ്പോ ഒരു PSC ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ലൈവ് ആയിട്ടുള്ള ഒരുപാട് അപ്ഡേറ്റ്സ് തരും വാർത്തകൾ. അതിന്റെ പോസിറ്റീവ് സൈഡ് ഉണ്ട്. പക്ഷേ ഇന്നിപ്പോ നിങ്ങൾ ഏത് ന്യൂസ് പോർട്ടൽ എടുത്തു കഴിഞ്ഞാലും ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോഴേക്കും അതിൽ വാഹനാപകടം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പീഡനം, അതും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കൊലപാതകം, ഇത്തരത്തിലുള്ള വാർത്തകളാണ് കൂടുതലും അതിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇതൊക്കെ നമുക്ക് നെഗറ്റിവിറ്റിയാണ് തരുന്നത്. നമുക്ക് ആദ്യമായി അയ്യോ ഫാമിലി അങ്ങനെയാണ്, ഫാമിലി അവിടെ ഇവർ പ്രൊട്ടക്റ്റഡ് ആണോ, ഇവരിങ്ങനെയാണോ, പിന്നെ നമ്മുടെ തോട്ട് മുഴുവൻ അത്തരത്തിലുള്ള ഒരു സ്ഥലമല്ലേ, ആ സ്ഥലത്ത് ഇതല്ലേ കടന്ന് കളിക്കുള്ളൂ. 2 തോട്ട് ഒരു സമയം അൺഇൻസ്റ്റാൾ ചെയ്തു. കാലങ്ങളായിട്ട് വാർത്ത കാണാറില്ല. അതിനർത്ഥം വാർത്ത അറിയില്ല എന്നല്ല. എനിക്ക് വേണ്ടത് ഞാൻ അന്വേഷിച്ചു, ആ ന്യൂസ് മാത്രം ഞാൻ എടുക്കും. അല്ലാതെ ഇവര് തരുന്ന എല്ലാ വാർത്തയും നമ്മൾ എടുക്കാൻ തയ്യാറല്ല. പല വിഷയങ്ങളും ഞാൻ എന്തൊക്കെയോ ഇപ്പൊ നടന്നു പോയിട്ടുണ്ട്, ഞാനൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല. എനിക്കറിയാവുന്ന ഒരു കാര്യം, എൻ്റെ ബിസിനസ് അത് ഇന്ന് എങ്ങനെയാണ്, ഇന്ന് എത്ര സാധനം സ്റ്റോക്ക് ഉണ്ട്, എൻ്റെ ഷോപ്പ് ഏതൊക്കെ കൃത്യസമയത്ത് തുറന്നിട്ടുണ്ട്, അവിടെ ആരൊക്കെയാണുള്ളത്, ഇത് മാത്രമേ എൻ്റെ അടുത്തുള്ളൂ. അതിനർത്ഥം ഇതൊന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ ഉണ്ടാവാം. അല്ല, അതൊക്കെ ഫിംഗർ ടിപ്സിൽ എപ്പോ വേണേലും അവൈലബിൾ ആണ്. അത് നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മൾ തപ്പി അങ്ങോട്ട് പോകും. ഈ നെഗറ്റീവ് വാർത്തകളിൽ കുടുങ്ങിക്കിടന്ന്, ഈ സീരിയലുകളിലൊക്കെ കുടുങ്ങിക്കിടന്ന് അത് ചിന്തിച്ച്, സീരിയൽ തന്നെ ഇല്ലാത്തൊരു കാര്യമാണ്, എന്നിട്ടാണ് വന്നിട്ട് പോയതാണ് ഈ എന്താവുന്നാവും നടക്കാത്ത കാര്യങ്ങൾ ചിന്തിച്ച് നമുക്ക് ഒരു ഫോക്കസ് ഇല്ലാതാക്കി അതിനൊരു എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ കൺട്രോൾ ചെയ്ത് പോകുന്ന ആളുകളുണ്ട്. അതെ, അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ലെഷർ ടൈമാണ്. ആ ടൈമിൽ അതിരുന്ന് കാണുന്നുണ്ട്. പക്ഷേ അതൊരു മൈനോറിറ്റിയാണ്. പക്ഷെ പലപ്പോഴും മറ്റുള്ള ആളുകൾക്ക് അതിന്റെ പിന്നിൽ പിന്നെ ചിന്താഗതികൾ. നമ്മൾ 99% ആളുകളെ കുറിച്ച് തന്നെയാണ് ഈ പറയുന്നത്. ഇന്ന് 99% ആളുകളും ഇത്തരം നെഗറ്റീവ് ന്യൂസുകളുടെ പിന്നാലെയാണ്. സത്യത്തിൽ ഈ ന്യൂസ് ഉണ്ടല്ലോ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നപ്പോൾ അതും കൂടെ പറയാം, ഇതിൽ കാണുന്ന ന്യൂസ് ഉണ്ടല്ലോ അത് മാത്രമേ നെഗറ്റീവ് ഉള്ളൂ. ആ ന്യൂസിൽ അന്ന് എഴുതിയ ആ സാധനമാണ് ഇന്ന് ലോകത്തുള്ള ആകെയുള്ള നെഗറ്റീവ്. ബാക്കി മുഴുവൻ പോസിറ്റീവ് ആണ്. അത് കാണില്ല. ബാക്കി അതായത് വേറൊന്നുമില്ലല്ലോ. വാർത്തയാവണമെങ്കിൽ എന്താവണം,
ഈ നെഗറ്റീവാണ്. പോസിറ്റീവ് ഒന്നും അധികം ഒന്നും വാർത്തകളിൽ വരില്ല. വൈറ്റ് ബോർഡിൽ ഒരു കുത്തിട്ട് കഴിഞ്ഞാൽ എന്ത് കണ്ടു വെച്ചാൽ കുത്തേ ഇപ്പൊ പറയുള്ളൂ. നമുക്കറിയാം ആ പേപ്പറിനകത്ത് എന്തൊക്കെ ഉണ്ടോ അതാണ് ആകെയുള്ള നെഗറ്റീവ്, ബാക്കിയെല്ലാം പോസിറ്റീവ് ആണ്. വളരെ നല്ലൊരു കാഴ്ചപ്പാട്. ബാക്കിയെല്ലാം പോസിറ്റീവാണ്. ഇതിനൊന്നും ഇപ്പൊ നമ്മളിപ്പോ ചില ആളുകളോട് ചോദിച്ചാൽ ഈ ലോകം, ഇന്നത്തെ ലോകം നല്ലതാണോ ചീത്തതാണോ ചോദിച്ചാൽ ലോകമൊക്കെ ആകെ നശിച്ചു പോയി, ഇതല്ലേ അറിയുന്നുള്ളൂ. ഇത് മാത്രമാണ് ആ കുട്ടി കാണുന്നുള്ളൂ. നല്ലതൊന്നും അവർ കാണുന്നില്ല. അതെ. നല്ലത് കാണാൻ എന്ത് ചെയ്യണം? നമ്മളെ കണ്ണ് ശരിക്കും ഉള്ളിലെ കണ്ണ് തുറക്കണം. എത്രയോ നല്ലത് ചെയ്യുന്ന ആളുകൾ, നല്ലത് ചിന്തിക്കുന്ന ആളുകൾ നമ്മുടെ ലോകത്തുണ്ട്. അവരിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്താണല്ലോ. ഇപ്പൊ നമ്മളിലേക്ക് വരുന്ന സാധനമല്ല അപ്പോൾ വരിക. ആകെ നമ്മുടെ റൂട്ട് തന്നെ മാറും. നമ്മുടെ ചാനലൊന്നും മാറ്റി വെച്ചാൽ ഈ ചാനലിൽ നിന്ന് ഈ ചാനലിലേക്ക് ഒന്നും മാറ്റാം. ഡ്യൂഡ് ടെലികോം. Dude Telecom.